തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നതിനകത്ത് എനിക്ക് അസാധ്യമായ കഴിവ് ഉണ്ടായിട്ടുണ്ട് വികസിച്ചതാണെന്ന്. ഇപ്പോൾ ഞാൻ ഇന്നലെ മുതൽ പറയുന്നുണ്ട്, ബി.ഡി. ജെ.എസുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് വെള്ളാപ്പള്ളിക്കെതിരായ നിലപാട് പരസ്യമായി സ്വീകരിച്ച് വെള്ളാപ്പള്ളി RSSന്റെ ആലയിൽ കൊണ്ടുപോയി SNDP കെട്ടി എന്ന് പരസ്യമായ വിമർശനം എല്ലായിടത്തും കേരളത്തിലുടനീളം പ്രസംഗിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. അച്യുതാനന്ദന്റെ വാക്കുകൾക്കാണ് കൂടുതൽ വില കേരളത്തിന്റെ ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. അങ്ങനെ ആ പോരാട്ടങ്ങൾക്ക് പാർട്ടി മുൻനിരയിൽ നിർത്തിയതും വി.എസിനെ തന്നെയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനോട് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമൊന്നും വി.എസിനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ആ സംഘടന ഒരു സംഘപരിവാർ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് വി.എസ്. അച്യുതാനന്ദൻ അതിനുവേണ്ടി അതിനെതിരെ പോരാടുന്നൊരു വി.എസ്. അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വി.എസ്. അച്യുതാനന്ദൻ. അത് അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. അത് ആ പോരാട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് കുഞ്ഞു നാള് മുതൽ അങ്ങനെ തന്നെയാണ്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചത് ഘട്ടം മുതൽ വി.എസ്. അച്യുതാനന്ദൻ അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ സ്വഭാവം എല്ലാ ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വി.എസിന്റെ ഒരു പ്രത്യേകത. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. അതിൽ ഇറങ്ങി വന്ന് ദേശീയ കൗൺസിലിൽ ഇറങ്ങി വന്ന് 32 പേരാണ് ഉണ്ടായിരുന്നത്. ആ 32 പേരിൽ ജീവിച്ചിരുന്ന ഏകയാൾ അദ്ദേഹം കൂടി ആണ് ഇപ്പോൾ വിട പറഞ്ഞു. ഇപ്പോ പട്ടം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. കാരണം വലിയ ജനസംഖ്യയിൽ നിൽക്കുന്നത് കൊണ്ട് പതുക്കെയാണ്. ഇപ്പോ 2:15 സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ടൊരു 2 കിലോമീറ്ററേ ഉണ്ടാവത്തുള്ളൂ. എനിക്കറിയായിരിക്കും ഇപ്പൊ കേശവാസപുരം എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ എന്തായാലും ഒരു സാധാരണഗതിയിൽ ഒരു 15 മിനിറ്റ് എടുക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിയുന്നു. അത്രയും ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് വി.എസ്. എടുത്ത നിലപാടുകൾക്കുള്ള ജനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഇത് ആലപ്പുഴ വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും എന്നുള്ളതിനകത്തും സംശയമില്ല. പാർട്ടി അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി എങ്ങനെയാണ് വി.എസിന് അന്തിമോപചാരം അർപ്പിക്കേണ്ടത്, വി.എസിന് അന്ത്യയാത്ര എങ്ങനെയായിരിക്കണം എന്ന് പാർട്ടി ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വി.എസ്. അച്യുതാനന്ദൻ അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയ നേതാവ്, പാർട്ടിയുടെ സ്ഥാപക നേതാവിലെ അവസാന നേതാവ് ശങ്കരയ്യ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരിക്കുന്നത്. 1 വർഷമാവത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി വി.എസ്. അച്യുതാനന്ദൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വി.എസ്. കൂടി വിടവാങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യുഗം ആണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചു എന്ന് പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. അപ്പോഴും വി.എസ്. ചില വിഷയങ്ങളിൽ വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന, വി.എസ്. പ്രതികരിച്ചതിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന പല സംഭവങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ മരണക്കിടക്കയിലും ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുന്നൊരു വി.എസ്. അച്യുതാനന്ദൻ ഉണ്ട്. പണ്ട് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് വി.എസ്. അച്യുതാനന്ദൻ കൃഷ്ണനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് 1940 കൂടിയാണ് പാർട്ടിയുടെ ഭാഗമായിട്ട് വി.എസ്. അച്യുതാനന്ദൻ പ്രവർത്തിച്ചു കൊടുക്കുന്നത്. ആസിൽവാൻ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ ആ പ്രവർത്തനമായി നിൽക്കുന്ന സമയത്താണ് ദിവാന്റെ ഭരണത്തിനെതിരെ ഒരു സമരം പുന്നപ്ര വയലാർ തൊഴിലാളികളെല്ലാം കൂടി നടത്തുന്നത്. അപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം വി.എസ്. പാലയിലേക്ക് ഒളിവിൽ പോകുന്നുണ്ട്. വി.എസ്. ഒളിവിൽ പോയി അവിടെ ഒളിവിൽ താമസിക്കുന്നതിനിടയിൽ ഈ താമസിച്ച വീട്ടുകാരാരോ ഒറ്റുകൊടുത്തു വി.എസിന്. അങ്ങനെ ദിവാന്റെ പോലീസ് വി.എസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്ന് കാലിൽ ബായണറ്റ് കുത്തി ഇറക്കി. വി.എസ്. മരിച്ച അവസ്ഥയിലായി. മരിച്ചു എന്ന് കരുതി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ആൾ മോഷ്ടാവാണ് ഓലപ്പൻ എന്ന് പറയുന്നത്. ഓലപ്പൻ വി.എസ്. ജീവനുണ്ടെന്ന് പറയുകയും ആ ജീവിതത്തിലേക്ക് പിന്നീട് വി.എസ്. തിരിച്ചു വരികയും പിന്നീട് ഒരു സമര പോരാട്ട ജീവിത ചരിത്രം തന്നെ വി.എസ്. അച്യുതാനന്ദൻ രചിക്കുകയും ചെയ്തിട്ടുള്ളത്. പലതവണ നിയമസഭയിലേക്ക് എത്തി പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി ആ പോരാട്ട വീര്യം, ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ വയസ്സിലെ ആ പ്രായത്തിലെ പോരാട്ട വീര്യം ഇപ്പോഴും വി.എസിന് കുറവുണ്ടായിട്ടില്ല. കാരണം വി.എസ്. അച്യുതാനന്ദൻ കഴിഞ്ഞ 23-ാം തീയതി, ഇപ്പോ ഇന്ന് 22-ാം തീയതി, കഴിഞ്ഞ 23-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ വി.എസിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നു. പക്ഷേ വി.എസ്. ഓരോ ഘട്ടത്തിലും തിരിച്ചുവരവിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കി. ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമായിരുന്നു പല ഘട്ടങ്ങളിലും. ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ സർവൈവ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട് ഡോക്ടർമാർ അടക്കം. അങ്ങനെ ഒരു പോരാളിയാണ്. ജീവിതത്തോട് എല്ലാ
ഘട്ടങ്ങളിലും പോരടിച്ച ഒരു മനുഷ്യനാണ് CS അച്യുതാനന്ദൻ എന്നതാണ് ഒരു വസ്തുത. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇപ്പോ കേശവസം ടൗണിലേക്ക്, അല്ല ഈ വാഹനത്തിന് മുന്നിലാണ് ഞാനുള്ളത്, കേശവസം ടൗണിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട്. കാരണം വലിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജനക്കൂട്ടം, അപ്പുറത്തും ഇപ്പുറത്തും വലിയ ജനക്കൂട്ടം. നമുക്ക് വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അല്പസമയത്തിനൊക്കെ എത്തുമ്പോൾ ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയും. വലിയ ജനക്കൂട്ടം നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെ VS അവസാനമായി കാണാൻ വേണ്ടിയുള്ള ഒരു ജനത്തിരക്ക് ആണ് ഈ വാഹനം കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. അവസാനമായി VS ഇന്ന് കാണുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാഴ്ച VS ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി VS ആരും കണ്ടിട്ടില്ല. VS ഏറ്റവും ഒടുവിലായി കാണാൻ വേണ്ടിയുള്ള ഒരു ജനസ്ഥിതിയും, അത് ചെറിയ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. അങ്ങനെ വലിയൊരു ജനത്തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒപ്പം തന്നെ VSന്റെ സമയങ്ങളിലെല്ലാം ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ VS ഇപ്പോൾ ഒരു പ്രശ്നം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഗൗരവം അദ്ദേഹം അളക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ശേഖരിക്കുന്ന ഡോക്യുമെന്റ്സ്, അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളോട് സംസാരിച്ച് അതിലൊരു പൂർണ്ണ ബോധ്യമുണ്ടാക്കുന്നത്, അതിനപ്പുറത്തേക്ക് എത്രത്തോളം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാലാണ് അദ്ദേഹം ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത് പല സംഭവങ്ങളിൽ നിന്ന്, അദ്ദേഹം തന്നെ ഏറ്റെടുത്തിരുന്ന പല കേസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം അങ്ങനെ അതിപ്പോൾ പെൺവാണിഭമായിക്കോട്ടെ, ഭൂമി കയ്യേറ്റമായിക്കോട്ടെ, വനം കൊള്ളയും സ്ത്രീപീഡനം, അങ്ങനെ ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും എങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരുന്നത്, കംപ്ലീറ്റായി കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എങ്ങനെയാണ് മാധ്യമങ്ങളോട് റിയാക്ട് ചെയ്തിരുന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹം ബൈറ്റുകൾ തന്നിരുന്നതെന്നും പോലും നമുക്കറിയാം. അപ്പം അങ്ങനെ ആ ഒരു സമീപനത്തിൽ നിന്ന് കൂടി എങ്ങനെയാണ് VSനെ വായിച്ചെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനായിരുന്നത്? മുതിർന്ന നേതാക്കന്മാരിൽ നിന്ന് മാധ്യമങ്ങളോടുള്ള സമീപനം VSന്റേത് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തന്നെയാണ്. കാരണം VS ഒരു സൗമ്യ സ്വഭാവത്തിലാണ് പ്രതികരിക്കുന്നത്. VS അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ചില നേതാക്കന്മാർ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ രൂക്ഷമായി പ്രതികരിക്കാറുണ്ട്. പക്ഷെ VS അച്യുതാനന്ദന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ VS അങ്ങനെ രൂക്ഷമായി പ്രതികരിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം VS അച്യുതാനന്ദന് ഉണ്ടാകാറില്ല. VSനോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോ VSന്റെ മകനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അത് അവർ പരിശോധിക്കട്ടെ, അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ അവനെതിരെ നടപടിയെടുക്കട്ടെ എന്ന നിലപാട് VS അച്യുതാനന്ദൻ എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നു. ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുണ്ടെങ്കിൽ VS വളരെ സൗമ്യനായിട്ടാണ് ഇടപെടുക. അപ്പോ മാധ്യമങ്ങളോടുള്ള VSന്റെ സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിവാദമൂല എന്ന് പറയുന്ന PRD ഹാളിലെ ആ മൂലയെ കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല. കാരണം VS അച്യുതാനന്ദൻ പത്രസമ്മേളനം എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും CPM-ൽ വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പ്രധാനമായിട്ടും ഉണ്ടാവുക. VSനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. VS ആ സമയത്ത് പറയില്ല. VS എണീറ്റ് പോയി ആ മൂലയിൽ നിൽക്കും. ആ മൂലയിൽ നിന്നതിന് ശേഷം VS എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. അത് പിറ്റേന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. VS അച്യുതാനന്ദൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുന്നവർ തന്നെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ സഹായം തേടുന്നു എന്നൊരു ഘട്ടത്തിൽ PRDയുടെ വാർത്താ സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞു പോകുമ്പോ നമ്മൾ മാധ്യമ പ്രവർത്തകരുടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, അത് പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചിട്ടൊരു ചിരിയുണ്ട് VSന്റെ. അപ്പോ VS ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് വ്യക്തമാണ്. പിന്നീട് അത് പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞത് വളരെ വലിയ ചർച്ചയ്ക്ക് വഹിച്ചിട്ടുണ്ട്. തന്നെ സംശയത്തിന് നിലനിർത്തുന്ന ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ VS അച്യുതാനന്ദൻ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു പോകണമായിരുന്നു. അത് സഖാക്കൾ തമ്മിലുള്ള സാമാന്യ മര്യാദയാണ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഒരു മറുപടി. അത് VSന്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. VS അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് മാധ്യമങ്ങൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം VS അച്യുതാനന്ദൻ സ്വീകരിച്ചിട്ടില്ല. വളരെ സൗമ്യമായിട്ടാണ് VS എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഭാഗ്യതര കാലമാണെന്നുണ്ടെങ്കിൽ VSന്റെ ചിരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2009 തോക്കുമ്പോൾ VSന്റെ ചിരിയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് VS മുഖ്യമന്ത്രിയാണ്. VSനെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല ഏറ്റെടുക്കുന്നു. പാർട്ടിക്ക് വൻ നഷ്ടമുണ്ടാവുന്നു. 18 സീറ്റ് നഷ്ടപ്പെടുന്നു.
അപ്പോ വി എസിന്റെ വാർത്താ സമ്മേളനത്തിൽ വി എസ് തിരിച്ചുകൊണ്ട് മറുപടി പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, വി എസ് സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചിരിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് വീണ്ടും ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദനെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് വി എസിന്റെ മാധ്യമങ്ങളോടുള്ള വി എസിന്റെ ആ ഒരു സമീപനം ആണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് രൂക്ഷമായിട്ട് പറയും. അത് എതിരാളികളോട് പറയാനുള്ള കാര്യമാണെങ്കിൽ രൂക്ഷമായിട്ട് വി എസ് അച്യുതാനന്ദൻ പറയും. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ വി എസിന്റെ പരാമർശം, അത് അമുൽ ബേബി എന്ന് ആദ്യം വിളിക്കുന്നു, പിന്നീട് അത് ചർച്ചയായി, പിന്നീട് രാഹുൽ ഗാന്ധി എന്ന് മറുപടി പറഞ്ഞതിന് പിന്നാലെ വി എസ് അച്യുതാനന്ദന്റെ ഒരു പ്രശസ്തമായ ഡയലോഗ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല. തല നിറയ്ക്കുന്നതല്ല എന്റെ യൗവനം, തല നരയ്ക്കാത്തതല്ല എന്റെ വൃദ്ധത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുതിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അണികളെ ആവേശത്തിൽ ആറാടിക്കുന്ന വി എസിന്റെ ഒരു ശൈലിയാണത്. ആ ശൈലിയിലാണ് വി എസ് സംസാരിക്കുക. ഇപ്പൊ വി എസിന്റെ ആ ടോണിൽ അത് കേട്ടാൽ നമുക്കത് ഫീൽ ചെയ്യും. വി എസ് അങ്ങനെയാണ് വി എസ് അണികളെ കയ്യിലെടുത്തിട്ടുള്ളത്. അതാണ് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് ജനങ്ങൾക്കുള്ള സ്നേഹം. ആ സ്നേഹമാണ് നമ്മളിപ്പോ കേശവാസപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റാച്യുവിൽ നിന്ന് തുടങ്ങി ഇന്നലെ AKG സെന്ററിൽ കണ്ടു, വീട്ടിൽ കണ്ടു, ഇന്ന് സെക്രട്ടേറിയറ്റിൽ കണ്ടു. ഇപ്പോ റോഡിലുടനീളം ആ സ്നേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാൻ ഈ പോകുന്ന വഴി നമ്മൾ വിഷ്വൽസ് സ്വാഭാവികമായിട്ട് പുറകെ വരും. അത് ഈ പോകുന്ന വഴി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്. വി എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരെ കണ്ടു. ഈ കൂട്ടത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ കൈക്കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ ഓട്ടോ ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഈ ഡിവൈഡർ ഉണ്ട്, ഈ റോഡിന്റെ നടുക്ക് ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡറിൽ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്. വി എസിനെ കാണാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണ്. ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആ സ്നേഹം, വി എസിനെ അവസാനമായി കാണുക എന്നുള്ളൊരു സ്നേഹം എന്നതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ഇല്ല. കാരണം 6 വർഷമായി ഞാൻ മനുഷ്യനെ ഒന്ന് കണ്ടിട്ട്. അപ്പോ ഒരു കാലത്ത് എല്ലാ ജനകീയ പ്രശ്നങ്ങളുടെയും മുഖം, തെറ്റായ കാര്യങ്ങൾക്കെതിരെ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്ന ആൾ, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല എന്ന പ്രതിച്ഛായ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാക്കിയെടുത്തിരുന്നു. ആ വി എസ് അച്യുതാനന്ദന് അന്തിമമായി കാണാൻ, അന്തിമോപചാരം അർപ്പിച്ച വി എസിന് അവസാനമായി കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ റോഡരികിൽ നിൽക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.